വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ CPI, CPM പാർട്ടികളുമായുള്ള സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിരിക്കുകയാണ് DMK. സഖ്യത്തിൽ ഇരു പാർട്ടികൾക്കും 2 വീതം സീറ്റ് നൽകാനാണ് ധാരണയായിരിക്കുന്നത്. എന്നാൽ ഏതൊക്കെ സീറ്റുകളിൽ മത്സരിക്കുമെന്നത് സംബന്ധിച്ച് അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളൊക്കെ പിന്നീടായിരിക്കും ഉണ്ടാവുക. വ്യാഴാഴ്ച രാവിലെ DMK ആസ്ഥാനത്ത് ഇടതു പാർട്ടി നേതാക്കളുമായി DMK അധ്യക്ഷനായ MK സ്റ്റാലിൻ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈയൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. 2019 തിരഞ്ഞെടുപ്പിലും CPM-ഉം CPI-യും DMK-യുമായി സഖ്യത്തിലായിരുന്നു മത്സരിച്ചിരുന്നത്. അന്ന് കോയമ്പത്തൂർ, മധുര ലോക്സഭാ മണ്ഡലങ്ങളാണ് CPM മത്സരിച്ചത്. നാഗപട്ടണം, തിരുപ്പൂർ എന്നിവിടങ്ങളിൽ CPI-യും ഇരു പാർട്ടികളുടെ 4 സ്ഥാനാർത്ഥികളും തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്തിരുന്നു. ഇത്തവണയും തങ്ങളുടെ സിറ്റിംഗ് സീറ്റുകൾ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിലാണ് CPM ഇപ്പോൾ ഉള്ളത്. അങ്ങനെയെങ്കിൽ നടനും മക്കൾ നീതി മയ്യം തലവനുമായ കമൽഹാസന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടി ആയേക്കുമോ എന്നാണ് ഇപ്പോൾ വരുന്ന വിലയിരുത്തലുകളൊക്കെ. കോയമ്പത്തൂർ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് മത്സരിക്കാനാണ് കമൽഹാസൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂരിൽ നിന്ന് മത്സരിക്കുമെന്ന് നേരത്തെ തന്നെ കമൽഹാസൻ മക്കൾ നീതി മയ്യം പാർട്ടിയുടെയും നേതാക്കളുടെയും ഭാരവാഹികളുടെ യോഗത്തിൽ അറിയിച്ചിരുന്നതാണ്. കോയമ്പത്തൂരിൽ നിന്നോ അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്നോ ആയിരിക്കും മത്സരിക്കുകയെന്നാണ് അന്ന് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നത്. കമൽഹാസന്റെ പാർട്ടി ആ സമയം ഭരണകക്ഷിയായ DMK-യുമായി സഖ്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കമൽഹാസന്റെ പാർട്ടി ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായാകും ജനവിധി തേടുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കോയമ്പത്തൂരിൽ കമൽ മത്സരിക്കുകയാണെങ്കിൽ സഖ്യകക്ഷിയായ CPM-യുമായി ചർച്ചകൾ നടത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്കൊക്കെ എത്തുക. അതേസമയം DMK-യുമായുള്ള സഖ്യത്തിനുള്ള നീക്കങ്ങളൊക്കെ കമൽഹാസൻ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ അതേസമയം ചെന്നൈയിലെ 3 സീറ്റുകളിൽ DMK-ക്ക് തീരുമാനിക്കാമെന്നുള്ളതിനാൽ അതിൽ ഏതെങ്കിലും ഒന്നിൽ മത്സരിക്കാനുള്ള സാധ്യതയുള്ളതായൊക്കെ ആ സമയത്ത് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നതാണ്. എന്നാൽ 3ഇടത്തും മത്സരിക്കുന്നത് DMK-യുടെ മുതിർന്ന നേതാക്കളാണെന്നും അന്ന് പറഞ്ഞിരുന്നതാണ്. ഇവരിൽ ഒരാളെ മാറ്റി കമലിന് സീറ്റ് നൽകുമോ എന്ന് ഉറപ്പില്ല എന്ന തരത്തിലും വിലയിരുത്തലുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂർ സൗത്തിൽ നിന്നാണ് കമൽഹാസൻ മത്സരിച്ചത്. അന്ന് നേരിയ വോട്ടിന് BJP സ്ഥാനാർത്ഥിയോട് കമൽഹാസൻ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. വാനതി ശ്രീനിവാസനായിരുന്നു അന്നത്തെ കമൽഹാസന്റെ എതിരാളി. 1540 വോട്ടുകൾക്കാണ് വാനതി ശ്രീനിവാസൻ അന്ന് വിജയിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മക്കൾ നീതി മയ്യം സ്ഥാനാർത്ഥി കോയമ്പത്തൂരിൽ 1.5 ലക്ഷത്തിനടുത്ത് വോട്ടുകൾ നേടി 3ാം സ്ഥാനത്ത് എത്തിയിരുന്നു. BJP ആയിരുന്നു അന്ന് 2ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. നിലവിൽ ജാർഖണ്ഡ് ഗവർണറായ CP രാധാകൃഷ്ണൻ 3,92,007 വോട്ടുകൾ അന്ന് നേടിയിരുന്നു. CPM സ്ഥാനാർത്ഥി PR നടരാജൻ 5,77,150 വോട്ടുകൾ അന്ന് ലഭിച്ചു. DMK-യുടെ പിന്തുണ ലഭിക്കുകയാണെങ്കിൽ കോയമ്പത്തൂരിൽ നിന്ന് കമൽഹാസന് അനായാസം ജയിക്കാനാകുമെന്നാണ് മക്കൾ നീതി മയ്യത്തിന്റെ വിലയിരുത്തൽ. പാർട്ടി സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പിക്കാൻ പ്രവർത്തകർ താഴെത്തട്ടിൽ നിന്ന് കഠിനാധ്വാനം ചെയ്യണമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നതുമാണ്. 2021 കോയമ്പത്തൂർ സൗത്ത് അസംബ്ലി മണ്ഡലത്തിലെ തന്റെ പരാജയം യുക്തിക്ക് നിരക്കാത്തതാണെന്നും വോട്ടർമാരിൽ നിന്ന് വലിയ പിന്തുണയാണ് തനിക്ക് ലഭിക്കുന്നതെന്നും കമൽഹാസൻ പറഞ്ഞിരുന്നു. നേരത്തെ തന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാത്തതിൽ ഖേദം പ്രകടിപ്പിച്ച കമൽഹാസൻ കോൺഗ്രസിലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ ചേരാനുള്ള അവസരം അതിലൂടെ തനിക്ക് നഷ്ടപ്പെട്ടെന്നും അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ പുതുതലമുറയ്ക്ക് വഴിമാറി കൊടുക്കണമെന്നും കമൽഹാസൻ അപ്പോൾ ആവശ്യപ്പെട്ടിരുന്നു. 2018 കമൽഹാസൻ മക്കൾ നീതി മയ്യം സ്ഥാപിക്കുന്നത്. എന്നാൽ അതേസമയം DMK നേതൃത്വം നൽകുന്ന മുന്നണിയിൽ CPM-നെയും CPI-യെയും കൂടാതെ കോൺഗ്രസ്, മുസ്ലിം ലീഗ് എന്നീ കക്ഷികളെല്ലാം തന്നെ ഭാഗമാണ്.
കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള 39 സീറ്റിൽ 38ലും വിജയിക്കാൻ മുന്നണിക്ക് സാധിച്ചിരുന്നു. എന്തായാലും ഈ ഒരു സഖ്യത്തിൽ ഇരു പാർട്ടികൾക്കും 2 സീറ്റ് വീതം വിഭജിച്ച് നൽകിയതോടെ ഇനി വരും ദിവസങ്ങളിൽ ഏതൊക്കെ സീറ്റിലാണ് മത്സരിക്കുന്നത് എന്ന് അറിയാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കമൽഹാസൻ ഏത് രീതിയിലായിരിക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്.